Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡലാണ് ബ്ലാക്ക് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ പറഞ്ഞു, 2 പീരിയഡ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻ പ്രൈസിംഗ്, അതായത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട പ്രീമിയം, അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ സെല് ചെയ്യേണ്ട സമയത്ത് മിനിമം ഫിക്സ് ചെയ്യേണ്ട പ്രീമിയം എത്ര എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡലാണ് Black-Scholes option pricing model. Okay. In 1973, Fisher Black and Myron Scholes developed a model for pricing of options. 1973 Fisher Black and Myron Scholes developed the model. This is a standard method of option pricing. This is a model that is used for calculating the value of European call option. European call option ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് Black-Scholes ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ. ദ മോഡൽ യൂട്ടിലൈസസ് ദ സ്റ്റോക്ക് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറേഷൻ ഡേറ്റ്, റിസ്ക് ഫ്രീ റിട്ടേൺ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സ്റ്റോക്സ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു മോഡല് നമ്മളുടെ സ്റ്റോക്ക് പ്രൈസും സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ എടുത്ത സമയത്തുള്ള സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറേഷൻ ഡേറ്റ്, എത്ര സമയത്തിനാണോ നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുത്തത്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റോക്ക് റിട്ടേണിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വോളാറ്റിലിറ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് Black-Scholes ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ അവരുടെ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. The Black-Scholes formula for calculating option pricing model. Black-Scholes formula ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. C is equal to SND1 minus E power minus RT ND2. ഇതാണ് നമ്മളുടെ ഫോർമുല. ഓക്കെ. അപ്പോൾ നമുക്ക് Black-Scholes മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള formula is equal to C is equal to SND1 minus E into E power minus RT into ND2 എന്നാണ്. ഓക്കെ. അപ്പോൾ ഞാൻ 1 by 1 പറഞ്ഞുതരാം. ഓക്കെ. ഇനി C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, C is equal to theoretical price of the call option. C എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണോ കോൾ ഓപ്ഷന്റെ പ്രൈസ് നമുക്ക് വേണ്ടത് അത് കിട്ടേണ്ട ഫിഗർ ആണ് C. S is equal to current stock price. നമ്മൾ എന്ത് അസറ്റിന്റെ പേരിലാണോ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുക്കുന്നത് ആ ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ ഇപ്പോൾ മാർക്കറ്റിലുള്ള സ്റ്റോക്ക് പ്രൈസ്, കറന്റ് സ്റ്റോക്ക് പ്രൈസിനെ ഡിനോട്ട് ചെയ്യുന്ന ഫിഗർ ആണ് S, ക്യാപിറ്റൽ S. Then what is N? N is equal to cumulative normal distribution. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ N, ക്യാപിറ്റൽ N എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ആണ് N എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ E റെപ്രസെൻറ്റ് എക്സസൈസ് പ്രൈസ് ഓഫ് ദ ഓപ്ഷൻ. അതായത് ഒരു കോൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു അഗ്രീഡ് പ്രൈസ് ഉണ്ടാവും. അതായത് 100 രൂപക്കാണ് ഫ്യൂച്ചറിൽ മേടിക്കാനുള്ള അഗ്രിമെന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 100 റുപ്പീസിനെയാണ് നമ്മൾ അഗ്രി ചെയ്ത പ്രൈസിനെയാണ് എക്സസൈസ് പ്രൈസ് ഓഫ് ദ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്മോൾ e is equal to എക്സ്പോണൻഷ്യൽ ടേം, അത് കോൺസ്റ്റന്റ് ഫിഗർ ആണ് 2.7183. R denotes റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ ആണ് R എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. T is equal to ടൈം ടു എക്സ്പയറേഷൻ. സോ ഇതാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോൾ ഓപ്ഷൻ പ്രൈസ്. Black-Scholes ഫോർമുല യൂസ് ചെയ്തിട്ട് കോൾ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഇതിൽ D1ഉം D2ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ ആണ് ND1 ആൻഡ് ND2. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല നമുക്കുണ്ട്. ഓക്കെ. ഇനി what are the steps for calculating the option price under Black-Scholes model? Black-Scholes മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇത് കാണുന്നത് അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഫൈനൽ ഓപ്ഷൻ പ്രൈസ് എത്രയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കിട്ടുക. ഓക്കെ. ബട്ട് നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ
സ്പോട്ട് പ്രൈസ്, അതുപോലെ എക്സൈസ് പ്രൈസ്. ഇ എന്നുള്ളത് എന്താ നമുക്കറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും, ടി തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈ D1 ആണ് ആൻഡ് D2 ആണ്. ND1 ND2. സോ അതാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഇപ്പോൾ ബ്ലാക്ക് ഷോൾസ് മോഡൽ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് D1 കാൽക്കുലേറ്റ് ചെയ്യാം. D1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല D1 ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം S/E പ്ലസ് R പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പവർ 2/2 ഇൻറ്റു T ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് T. ഇതാണ് നമ്മളുടെ ഫോർമുല. അപ്പോൾ D1 ഈസ് ഈക്വൽ ടു നാച്ചുറൽ, ഇത് LN എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നാച്ചുറൽ ലോഗരിതമാണ്, ഒരു നമ്പറിൻ്റെ നാച്ചുറൽ ലോഗരിതം കാണാനുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് LN എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെയാണ് വായിക്കുക. LN എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് S/E. S/E എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് ഹോൾ ഡിവൈഡഡ് ബൈ E എന്നുള്ള പ്രൈസിൻ്റെ നാച്ചുറൽ ലോഗരിതം പ്ലസ് ഹോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് R പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പവർ 2 എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇത് ബ്രാക്കറ്റിൽ ഇൻറ്റു T ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് T. സോ LN is equal to natural logarithm of the bracket number. Standard deviation is equal to annual volatility of the stock. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇത് LN എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒരു നമ്പറിൻ്റെ നാച്ചുറൽ ലോഗരിതം ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് അൺനോൺ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ വൊളാറ്റിലിറ്റി ആണ്, മാർക്കറ്റിൽ എത്രത്തോളം വൊളാറ്റൈലാണ് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, D1ൻ്റെ വാല്യൂ കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് D2. അപ്പോൾ D1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് D2 കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. D2 ഈസ് ഈക്വൽ ടു D1 മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് T. സോ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ D1 മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് T എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, D2യുടെ വാല്യൂ കിട്ടും. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് യൂസിങ് ND ടേബിൾസ്. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ND ടേബിൾ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണണം. ആ ടേബിൾ ഞാൻ ലാസ്റ്റ് കാണിക്കാം, നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിക്കാം. സോ ആ ടേബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ നോക്കിയിട്ട് NDയുടെ വാല്യൂ നമ്മൾ കാണണം. നമുക്ക് ND1 ഉണ്ട്, ND2 ഉണ്ട്. നമ്മൾ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് അസറ്റിൻ്റെ ഫൈനൽ നമുക്ക് കോൾ ഓപ്ഷൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് S ഇൻറ്റു ND1 എന്നാണ്. S ഇൻറ്റു ND1 മൈനസ് E ഇൻറ്റു E പവർ മൈനസ് RT ഇൻറ്റു ND2. സോ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ N എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ കണ്ടു, ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. സോ D1ൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും D2യുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ND1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് D1ൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും D2യുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും. സോ അത് രണ്ടും നമുക്ക് കാണണം. സോ നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് D1ൻ്റെയും D2ൻ്റെയും ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നോക്കിയിട്ട് അതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് കാണുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ യൂസിങ് ബ്ലാക്ക് ഷോൾസ് ഫോർമുല. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് കോൾ ഓപ്ഷൻ പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് എന്താണ് നമ്മളെ കയ്യിലുണ്ട്, സ്പോട്ട് പ്രൈസ് ആണ്. ND1 എന്ന് പറയുന്നത് D1 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂയുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ആണ്. മൈനസ് E എന്ന് പറയുന്നത് അഗ്രി ചെയ്ത എക്സസൈസ് പ്രൈസ് ആണ്. ഇൻറ്റു E എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ പവർ മൈനസ് RT. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറയുന്നത് ടൈം ടു എക്സ്പയറേഷൻ ഇൻറ്റു ND2. ND2 എന്ന് പറയുന്നത് D2 എന്നുള്ള വാല്യൂയുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിഗർ ആണ്. സോ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കോൾ ഓപ്ഷൻ പ്രൈസ് കിട്ടും. സോ ഇതാണ് സ്റ്റെപ്സ്. ഫസ്റ്റ് D1 കാൽക്കുലേറ്റ് ചെയ്യുക, D2 കാൽക്കുലേറ്റ് ചെയ്യുക, D1ൻ്റെയും D2യുടെയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ അപ്ലൈ ദ ബ്ലാക്ക് ഷോൾസ് ഫോർമുല. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ കോൾ ഓപ്ഷൻ പ്രൈസ് അണ്ടർ ബ്ലാക്ക് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ. Okay. Then let's see what are the assumptions of Black-Scholes model. Purely theory ആണ്. ഇങ്ങനെ നമ്മൾ assumptions ആണ്. First one, the risk-free interest rate is constant. നമ്മൾ risk-free rate of interest constant ആണ്. There are no transaction cost. There are no taxes. There are no riskless arbitrage opportunities. There is no dividend payment on shares. Short selling is permitted.
The volatility of the underlying instrument is known and constant. The market is efficient. So ഇതാണ് assumptions. No need of further clarification, just purely theory ആണ്. Okay, ഇതാണ് ഈ assumptionsന്റെ ബേസിലാണ് ഈ തിയറി ഫോം ചെയ്തിട്ടുള്ളത്. Then what is volatility? Volatility എന്താണെന്നുള്ള കോൺസെപ്റ്റ് ആണ്. Volatility എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഒരു അസറ്റ് എന്താണോ അസറ്റ്, ഒരു ഷെയർ ആണെങ്കിൽ ആ ഷെയർ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ, അതിൻ്റെ വാല്യൂ എത്രത്തോളം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ ആണ്. അല്ലെങ്കിൽ നമ്മളുടെ അസറ്റിൻ്റെ പ്രൈസിനുണ്ടാവുന്ന വേരിയബിലിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ ആണ് വൊളാറ്റിലിറ്റി. ഓക്കെ, അതിനുവേണ്ടി നോട്ട് ചെയ്യുന്ന ഫിഗർ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് let's discuss a problem. Okay, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The current market price of a stock is ₹90 per share. ഒരു ഷെയറിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഷെയറിന് 90 rupees ആണ്. The risk free rate of interest is 8%. Risk free rate of interest 8% ആണ്. If the volatility of the stock is 23% per annum. Volatility തന്നിട്ടുണ്ട്, സ്റ്റോക്കിൻ്റെ volatility തന്നിട്ടുണ്ട് 23% per annum ആണ്. ഒരു ഇയറിൽ 23% ആണ്. What is the price of the call option with the strike price of ₹80 expiring in 6 months according to Black-Scholes model? Black-Scholes model അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഓപ്ഷൻ പ്രൈസ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 80 rupees ആണ്. അതായത് എഗ്രി ചെയ്ത പ്രൈസ്, അസറ്റ് ഫ്യൂച്ചറിൽ മേടിക്കാൻ എഗ്രി ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 80 rupees ആണ്. അതിൻ്റെ ടൈം ടു എക്സ്പയറേഷൻ എന്ന് പറയുന്നത് 6 months ആണ്. സോ അങ്ങനെയുള്ള ഒരു കോൾ ഓപ്ഷൻ്റെ ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ പ്രീമിയം എത്ര ചാർജ് ചെയ്യണം എന്ന് ബ്ലാക്ക്-ഷോൾസ് മോഡൽ അനുസരിച്ച് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ ഒരു ജസ്റ്റ് ലുക്കാണിത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് ബ്ലാക്ക്-ഷോൾസ് ഓപ്ഷൻ പ്രൈസിങ് മോഡൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ കോൾ ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനുള്ള ഫോർമുല C = SND1 - E into E whole power minus RT into ND2 എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഫോർമുല. ഇതിൽ എസ് എന്താണ്? സ്പോട്ട് പ്രൈസ്. എസ് 90 rupees നമുക്ക് തന്നിട്ടുണ്ട്. ND1 എന്ന് പറയുന്നത് D1 എന്നുള്ള വാല്യൂയുടെ ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ട് നമുക്ക്. ആ ടേബിൾ വാല്യൂ D1 എന്നുള്ളതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വാല്യൂ എത്രയെന്നുള്ളതാണ്. ഓക്കെ, ദെൻ മൈനസ് ഇ എന്നുള്ളത് ക്യാപിറ്റൽ ഇ എന്നുള്ളത് നമുക്കറിയാം എക്സസൈസ് പ്രൈസ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട് 80 rupees. ദെൻ ഇ എന്നുള്ളത് എക്സ്പൊണൻഷ്യൽ ആണ്, 2.7183 കോൺസ്റ്റന്റ് ആണ്. ആർ എന്നുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% തന്നിട്ടുണ്ട്. ടി എന്നുള്ളത് ടൈം 6 months തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ D1 കാണണം, D2 കാണണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ D1 കാണാനുള്ള ഇക്വേഷൻ D1 = natural log of S/E plus R plus standard deviation square by 2 into T whole divided by standard deviation √T എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് എഴുതാം. നാച്ചുറൽ ലോഗ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 rupees, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 rupees പ്ലസ് ആർ എന്നുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. 8% is equal to 0.08 plus standard deviation 23% ആണ്. 23/100 gives 0.23 square by 2 into T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months ആണ്. 6 monthsനെ 1 yearൽ റെപ്രസെൻറ്റ് ചെയ്യുക. 6/12 ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറയുന്നത് 0.23 ആണ്. √6/12. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നാച്ചുറൽ ലോഗ് ഓഫ് 90/80 നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. കാൽക്കുലേറ്ററിൽ നമ്മൾ നാച്ചുറൽ ലോഗ് എന്ന LN എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ലോഗിൻ്റെ അപ്പുറത്ത് തന്നെ LN എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കോളം കാണാം, ഒരു ഓപ്ഷൻ കാണാം. അത് LN 90/80 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലോഗ് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
11783. Okay, then plus bracket solve ചെയ്യുക 0.08 plus 0.23 square. 0.23 square ചെയ്യുമ്പോൾ നമുക്ക് 0.23 square ചെയ്യുമ്പോൾ 0.529 കിട്ടുക. ഓക്കെ, സോ 0.23 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.0529 ആണ്. ബൈ 2 ഇൻറ്റു 6/12 എന്ന് പറയുമ്പോൾ 6/12 എന്ന് പറയുന്നത് 0.5 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 0.23 റൂട്ട് 6/12 0.5. ഓക്കെ ഓക്കെ, ഇതിനെ അഗെയിൻ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിലുള്ളതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, സോ 0.117783 പ്ലസ് 0.08 പ്ലസ് നമ്മൾക്ക് നേരത്തെ നമ്മൾ ചെയ്തില്ലേ 0.0529 ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 0.02645 കിട്ടും. ദെൻ ഇൻറ്റു 0.5 ഹോൾ ഡിവൈഡഡ് ബൈ 0.23 റൂട്ട് 5 0.1626 കിട്ടും. ഓക്കെ, ഈസ് ഈക്വൽ ടു 0.117783 പ്ലസ് 0.08നെയും 0.0264നെയും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.10645 കിട്ടും. ഇൻറ്റു 0.5 ബൈ 0.1626. ഓക്കെ ഓക്കെ, ഇനി 0.11778 പ്ലസ് 0.10645 ഇൻറ്റു 0.5 അത് ചെയ്യുമ്പോൾ നമുക്ക് 0.0532 കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 0.1626. ഇനി മുകളിലുള്ള 0.117783 പ്ലസ് 0.00532 ആഡ് ചെയ്യുക. ദാറ്റ് ഗീവ്സ് 0.172. ഓക്കെ, ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ 0.1626. 0.172 divided by 0.1626 gives 0.172 divided by 0.1626 is equal to 1.0578 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ടെക്സ്റ്റിലുള്ളത് 1.0517 എന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾക്ക് ഓരോ നമ്മൾ എടുക്കുന്ന വാല്യൂസ് അനുസരിച്ച് ഡിഫർ ചെയ്യും. ഓക്കെ, നമ്മൾ എത്രത്തോളം പോയിന്റ് എടുക്കും എന്നുള്ളതനുസരിച്ച് നമ്മളുടെ ആൻസറും ഡിഫർ ചെയ്യും. സോ ടെക്സ്റ്റിലുള്ളത് 1.0517 ആണ്. അപ്പോൾ നമ്മൾ 1.05ന് നമ്മൾക്ക് ടെക്സ്റ്റിലുള്ള ആൻസർ ആയിട്ട് എടുക്കാം. പോയിന്റ് വാല്യൂവിൽ ഡിഫറൻസ് വരികയാണ്. നമ്മൾ ഫുൾ വാല്യൂ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ 0.117783 പ്ലസ് 0.0532 ചെയ്യുമ്പോൾ നമുക്ക് ശരിക്ക് 0.170983 ആണ് കിട്ടുക. സോ ദാറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ 0.16 Okay, so 0.170
0.170983 divided by 0.1626. അപ്പോൾ നിങ്ങൾ ഫുൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ആൻസർ കിട്ടും കേട്ടോ. ശരിക്കും ഇവിടെ ഞാൻ ഈ 0.172/0.1626 എടുത്തപ്പോൾ 1.057 ആണ് കിട്ടുന്നത്. ടെക്സ്റ്റിലുള്ള ആൻസർ 1.0517 ആണ്. ഓക്കെ, സോ ചെറിയ പോയിന്റ് വാല്യൂവിലാണ് ഡിഫറൻസ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ടെക്സ്റ്റിലുള്ള ആൻസർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഫുൾ വാല്യൂ എടുത്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടും. ദെൻ നമുക്ക് D1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. D1 is equal to 1.0517. അപ്പോൾ പിന്നെ നമുക്ക് D2 കിട്ടാൻ ഈസിയാണ്. D2യുടെ ഫോർമുല നമുക്കറിയാം. D2 is equal to 1.0517 minus 0.1626 is equal to 0.8891. ഓക്കെ, അങ്ങനെ നമുക്ക് D2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് D1ൻ്റെയും D2ൻ്റെയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് കാണുക എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ കാണുന്നത് ND1ഉം ND2 ആണ്. സോ നമ്മൾ ND1ഉം ND2ഉം കാണാനുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമുക്ക് കാണാം ഡിയുടെ വാല്യൂ കുറേ നമ്പേഴ്സ് കാണാം. അതുപോലെ 0.01, 0.02 അങ്ങനെ കുറേ വാല്യൂസ് കാണാം. സോ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം D1ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അല്ലെ, D1 എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. D1 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ഓഫ് D1 ഈക്വൽ ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 1.0517 എന്നുള്ളതാണ് D1ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ എങ്ങനെ കാണും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രകാരം ഡെസിമൽ പോയിന്റിന്റെ അപ്പുറം 2 വാല്യൂസേ മാക്സിമം പാടുള്ളൂ. അങ്ങനെ ഡെസിമലിന്റെ അപ്പുറത്തേക്ക് 2 വാല്യൂസ് ഉള്ള ഫിഗറിനെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അനുസരിച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ നോക്കുക, അതായത് 0.01, 0.02 അങ്ങനെ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നത് 2 വാല്യൂസ് വരെയുള്ള നോക്കൂ, 0.01, 0.02 അങ്ങനെ മാക്സിമം 2 വാല്യൂസ് വരെയുള്ള ഡെസിമലിന് നമുക്ക് ടേബിൾ വാല്യൂസ് അവൈലബിൾ ആയിട്ടുള്ളൂ. നോക്കൂ, 0.09 അതിന്റെ അപ്പുറത്തോട്ട് ബാക്കി വാല്യൂസിന് നമുക്ക് ടേബിൾ വാല്യൂസ് അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് നമുക്ക് ടേബിൾ വാല്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസിമൽ പോയിന്റിന്റെ അപ്പുറം നമുക്ക് 2 വാല്യൂസേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ 1.0517 എന്നുള്ളത് ഡെസിമൽ വാല്യൂവിന്റെ അപ്പുറം നമുക്ക് 4 വാല്യൂസ് ഉണ്ട്, 0517 ഉണ്ട്. പക്ഷെ നമുക്ക് 2 വാല്യൂസ് വരെ ഡെസിമൽ വാല്യൂവിന്റെ പോയിന്റിന്റെ അപ്പുറത്ത് പാടുള്ളൂ. അപ്പൊ ഇവിടെ D1ന്റെ വാല്യൂ 1.0517 കാണാൻ നമുക്ക് ശരിക്കും നമുക്ക് കാണാൻ പറ്റുക 1.05ന്റെ വാല്യൂ നമുക്ക് ടേബിൾ പ്രകാരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡെസിമലിന്റെ അപ്പുറം മോർ ദാൻ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 1.0517 നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് 1.05 2 വാല്യൂസ് ഉള്ളതിനെ നമ്മൾ 2 വാല്യൂസ് വരെ അങ്ങനെ തന്നെ എടുത്തു. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? 1.05ന് നമുക്ക് 1.05 വരെ ഓക്കെ. ദെൻ 0.17 1.05 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.0517 ഉള്ളത് 0.17 ആണ്. ഓക്കെ, അങ്ങനെ 0.17
അങ്ങനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, 1.0517 നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 2 ഡെസിമൽ പോയിന്റ് അപ്പുറം വരെ 1.05ഉം ബാക്കിയുള്ള ആ 2 ഡെസിമലിന്റെ അപ്പുറമുള്ള എമൗണ്ടിനെ പോയിന്റിന്റെ അപ്പുറത്തോട്ട്, ബാക്കി പോയിന്റിന്റെ അപ്പുറത്തുള്ളത് നമുക്ക് എന്താണ് 17 മാത്രമാണ് അല്ലെ. 0.05 കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് 0.17 ആണ്. 0.17 അങ്ങനെ 1.05ഉം 1.17ഉമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സോ ഇങ്ങനെ മോർ ദാൻ 2 ഡെസിമൽ വാല്യൂസിനെ ഉണ്ടാവുമ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 1.0517ന്റെ കേസ് പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലോ, 1.05ഉം 0.17ഉം. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക, n 1.05 പ്ലസ് ഈ 0.17 എന്നുള്ള ബാലൻസ് ഉണ്ടല്ലോ, 1.05 കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് പ്ലസ് 0.17. ഓക്കെ, 0.17 0.17 ആ 0.17നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻറ്റു 0.17നെ നമ്മൾ n ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ 1.0517നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് 2 വാല്യൂസ് വരെ നമുക്ക് ടേബിളിൽ വാല്യൂ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 1.05 എന്ന് പറയുന്നത് 1.0517 എന്നുള്ളത് 1.05ന്റെയും അല്ലെ 1.05 മുതലാണ് അത് തുടങ്ങുന്നത്. പക്ഷെ 517 എന്നുള്ളത് 1.5നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ ഈ 1.0517 എന്നുള്ളത് ലൈ ചെയ്യുന്നത് 2 വാല്യൂസിന്റെ നടുക്കാണ്. അതായത് 1.05 എന്നുള്ളത് 1.05ന്റെയും 1.06ന്റെയും മിഡിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, 1.05നേക്കാളും ഗ്രേറ്റർ ആണ്, പക്ഷെ 1.06നേക്കാളും കുറവാണ്. സോ നമുക്ക് അപ്പർ ലിമിറ്റ് എന്നുള്ളത് 1.06ഉം ലോവർ ലിമിറ്റ് എന്നുള്ളത് 1.05 ആണ്. സോ മോർ ദാൻ 2 ഡെസിമൽ വാല്യൂ, ഡെസിമൽ പോയിന്റിന്റെ അപ്പുറത്തേക്ക് മോർ ദാൻ 2 വാല്യൂസ് വരികയാണെങ്കിൽ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1.05 2 ഡെസിമൽ വാല്യൂ വരെ ഉള്ള നമ്പറിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കാണുക, അതായത് n 1.05, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക. എന്തുകൊണ്ട്, ബാക്കിയുള്ള എമൗണ്ട് ആഡ് ചെയ്യുക. ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടല്ലോ 0.17, ബാക്കി എന്താണോ ലെഫ്റ്റ് ഓവർ 0.17, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലിമിറ്റിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ലോവർ ലിമിറ്റിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ വരെ എങ്ങനെയാണ്, 0.17 ഇൻറ്റു n അപ്പർ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.06. ഓക്കെ, 1.06ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ മൈനസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോവർ ലിമിറ്റ് 1.05 ലോവർ ലിമിറ്റിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡിഫറൻസിനെ 0.17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, സോ n 1.05 എന്നുള്ളത് 1.05ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ then പ്ലസ് 0.17 എന്നുള്ള ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഹോൾ ബ്രാക്കറ്റിൽ. 0.17നെ മൊത്തത്തിൽ 1.06ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും 1.05ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെയും ഡിഫറൻസിനെ 0.17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് D1ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ടേബിളിൽ എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് n 1.05ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കാണണം. സോ നമുക്ക് ടേബിളിൽ എങ്ങനെയാണ് നോക്കാം. ഇവിടെ 1.05 ആണല്ലോ. 1.05 എന്നുള്ളത് 1 ഡിയിൽ നോക്കുക. ഓക്കെ, 1ന്റെ വാല്യൂ മുതൽ നോക്കുക.
1 ഈ റോയിൽ നോക്കി 1 എവിടെ 1 ഇവിടെ കിട്ടി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് 1.05 എന്ന് പറയുമ്പോൾ 0.05 ആണ് സോ 0.05 എവിടെയാണ് ഉള്ളത് നോക്കുക 1 എന്നുള്ള 1.05 എന്നുള്ളത് 1 ഉം 0.5 ആണ് അല്ലേ 0.05 1.05 എന്ന് പറയുന്നത് is equal to 1 plus 0.5 ആണല്ലോ 1.05 അല്ലേ 1.05 എന്ന് പറയുന്നത് 1 plus 0.05 ആണ് സോ 1 എന്നുള്ള റെപ്രസെന്റ് ചെയ്തിട്ടുള്ള 1 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള റോയില് 0.05 നോക്കുക സോ 1 ഇവിടെയാണ് അതിനെ റെസ്പെക്റ്റീവ് ആയിട്ട് നമ്മളിതാ 0.05ന്റെ വാല്യൂ ഓക്കെ 0.05ന്റെ റെസ്പെക്റ്റീവ് വാല്യൂ നോക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ് 1ന്റെ 0.05 നമുക്ക് കിട്ടുക 0.8531 ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലൈന് 1 എന്ന് ആദ്യം നമ്മൾ എടുത്തു അതിന്റെ റെസ്പെക്റ്റീവ് നോക്കി അപ്പോൾ നമുക്ക് 0.8531 ആണ് കിട്ടിയത് ഓക്കെ സോ n 1.05ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.8531 നിങ്ങളെ ടെക്സ്റ്റിന്റെ ബാക്കിലുണ്ട് ഈ ടേബിൾ അത് നോക്കിയിട്ട് ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ ഇതിൽ നോക്കുന്നതിനേക്കാളും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സോ 1.05ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്ന് പറയുന്നത് 0.8531 ആണ് അപ്പോൾ അത് കിട്ടി ഇനി പ്ലസ് 0.17 ഇൻറ്റു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഓഫ് 1.06ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ നമ്മൾ കാണണം ഇനി അത് നമുക്ക് എങ്ങനെ ടേബിൾ വെച്ച് കാണാൻ നോക്കാം അപ്പോൾ ടേബിൾ എന്താണ് കാണേണ്ടത് 1.06ന്റെ ആണ് അപ്പോൾ 1.06 എന്താണ് 1.06 നേരത്തെ പറഞ്ഞ പോലെ 1 പ്ലസ് 0.06 ആണല്ലോ 1.06 അല്ലേ 1 പ്ലസ് 0.06 അപ്പോൾ നമ്മൾ 1ന്റെ റെസ്പെക്റ്റീവ് കോളം നോക്കുക 1 ഇവിടെയാണ് 1ന്റെ റെസ്പെക്റ്റീവ് കോളം നമ്മൾ 0.06ൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 0.8554 കിട്ടും 0.8554 0.6ന്റെ റെസ്പെക്റ്റീവ് അപ്പോൾ നമുക്ക് n 1.05 കിട്ടി 0.8554 കിട്ടി മൈനസ് 1.05ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയാണ് 0.8531 ഓക്കെ 0.8531 ഓക്കെ ഇനി അതിനെ സോൾവ് ചെയ്യാം okay is equal to 0.8531 plus ആദ്യം നമ്മൾ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യണം സോ പോയിന്റ് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഇറക്കിയിട്ടു 17 ഇൻറ്റു 0.8554 മൈനസ് 0.8531 അത് ചെയ്യുമ്പോൾ നമുക്ക് 0.0023 എന്ന് കിട്ടും ഓക്കെ ഇനി എന്ത് ചെയ്യണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ബോൾ മാസ് റൂൾ അനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് 0.17 ഇൻറ്റു 0.0023നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബാക്കിയുള്ളത് ഇറക്കിയിട്ടു 0.8531 പ്ലസ് 0.17 ഇൻറ്റു 0.0023 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.0023
0 3 9 1 എന്ന് കിട്ടും. That gives 0.8531 plus 0.00391 ചെയ്യുമ്പോൾ നമുക്ക് 0.853 എന്ന് കിട്ടും. സോ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഓഫ് D1 എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ D1ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ND1 എന്നുള്ളതാണ് നമുക്ക് 0.853 കിട്ടിയത്. ഓക്കെ, ND1 equal to 0.853. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള D1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വാല്യൂ എന്ന് പറയുന്നത് D2 ആണ്. ഓക്കെ, D2 അതായത് ND2. D2ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ D2യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് D2 എന്നുള്ളത് 0.8891 ആണ്. D2 is equal to 0.8891 ആണ്. D2യുടെ വാല്യൂ 0.8891 ആണ്. ഇതിന്റെ 0.8891ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ടേബിൾ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അഗെയിൻ നമ്മൾ എന്താണ് 0.8891നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഡെസിമൽ പോയിന്റിന്റെ അപ്പുറം 4 വാല്യൂസ് ഉണ്ട്. നമുക്ക് 2 വാല്യൂസ് വരെ ഉള്ളതിനെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് വാല്യൂ കാണാൻ വാല്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 0.8891 നമുക്ക് ആദ്യത്തെ 2 ഡെസിമൽ വാല്യൂ വരെ ഒരു നമ്പർ ആയിട്ടും 0.88 ആയിട്ടും റിമൈനിങ് 2 ഡെസിമൽസിനെ നമുക്ക് 0.88 കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത് 0.91 ആണ്. സോ 0.91 ആയിട്ടും നമുക്ക് എഴുതാം. സോ 0.8891 നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി 0.88ഉം 0.91ഉം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ND2യുടെ വാല്യൂ കാണാൻ. സോ ND2 is equal to n ഓഫ് ആദ്യത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ആദ്യത്തെ 2 ഡെസിമൽ വാല്യൂ വരെയുള്ള 0.88ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വാല്യൂ പ്ലസ് ഡിഫറൻസ് പോയിന്റ് ബാക്കിയുള്ള എമൗണ്ട് 0.91. ഓക്കെ, point 0.91 into n of upper value minus lower value. Okay, n of upper value minus n of lower value. Okay, അപ്പോൾ എന്താണ് n into 0.88 plus 0.91 into n. അപ്പർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ രണ്ടിന്റെയും മിഡിലാണ് ഇത് ലൈ ചെയ്യുന്നത്. അപ്പോൾ 0.8891 നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 0.88 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.88 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 0.88ന്റെയും 0.8891 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.88നേക്കാളും ഗ്രേറ്റർ ആണ്. 0.88ൽ നിന്നും തുടങ്ങുന്നു, ബട്ട് 0.88നേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0.88 ആൻഡ് 0.89. നമുക്ക് പറയാം 0.8ന്റെയും 0.9ന്റെയും മിഡിലാണ് ലൈ ചെയ്യുന്നത്. സോ 0.8 0.9 ഇതിന്റെ മിഡിലാണ് ലൈ ചെയ്യുന്നത്. സോ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 0.9ഉം ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0.8ഉം ആണ്. സോ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 0.9ന്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 0.89 ലോവർ ലിമിറ്റ് 0.88ഉം അപ്പർ ലിമിറ്റ് 0.89ഉം ആണ്. സോ 0.89ന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ
value 0.89. 0.89 normal distribution value minus lower limit ആയിട്ടുള്ള 0.88 normal distribution value ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം is equal to അത് നമുക്ക് normal distribution of 0.88 എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ടേബിൾ നോക്കി കഴിഞ്ഞ പോലെ തന്നെ 0.88 നെ നമുക്ക് എന്താക്കാം 0.88 നോക്കാം 0.88 ഓക്കെ ഓക്കെ ഇവിടെ കാണിച്ചു തരാം 0.88 0.8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ 0.8 പ്ലസ് 0.08 അല്ലേ 0.8 പ്ലസ് 0.08 ആണ് നമുക്ക് 0.88 എന്ന് കിട്ടുന്നത് അല്ലേ ഓക്കെ സോ 0.88 നമുക്ക് 0.8 ഉം 0.08 എന്നും പറയാം സോ 0.88 സ്റ്റാർട്ട് ചെയ്യുന്നത് 0.8 എന്നാണ് ഓക്കെ സോ 0.8 സോ 0.8 എന്ന് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ 0.8 എന്നുള്ള റോ എടുക്കുക 0.8 എന്ന് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ 0.8 എന്നുള്ള റോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു 0.08 ആണ് അല്ലേ അപ്പോൾ റെസ്പെക്റ്റീവ് കോളം വാല്യൂ 0.08ന്റെ 0.8ന്റെ 0.08 കോളത്തിലുള്ള വാല്യൂ നോക്കുക അപ്പോൾ നമുക്ക് കിട്ടുക 0.8106 ആണ് ഓക്കെ നമ്മൾ അങ്ങനെ ലൈന് നോക്കുമ്പോൾ നമുക്ക് 0.8106 ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ സോ അതാണ് നമ്മളുടെ ടേബിൾ വാല്യൂ ഓഫ് 0.88 0.8 ന്ന് 0.008ന്റെ വാല്യൂ നമ്മൾ നോക്കി ദാറ്റ് ഈസ് 0.8106 ഓക്കെ 0.8106 ആണ് നമ്മളുടെ ടേബിൾ വാല്യൂ സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 0.88 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8106 ആണ് 0.8106 പ്ലസ് 0.91 into normal distribution of 0.89 ടേബിൾ നോക്കുക 0.89 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again എന്താണ് 0.89 എന്ന് പറയുമ്പോൾ 0.8 പ്ലസ് 0.09 ആണ് അപ്പോൾ നമ്മൾ 0.8ന്റെ ഇതേ റോ തന്നെ നോക്കുക 0.09ന്റെ വാല്യൂ ഇതായിരിക്കും 0.8389 ആണ് 0.09ന്റെ അണ്ടറിലുള്ള വാല്യൂ 0.8ന്റെ റോയിൽ നോക്കുക സോ 0.813 ആണ് നമ്മളുടെ normal distribution value of 0.89 so it is 0.8133 okay minus normal distribution value of 0.88 നമുക്ക് കിട്ടിയതാണ് 0.8106 ഇതിനെ സോൾവ് ചെയ്യാം അത് നമുക്ക് എന്ത് ചെയ്യണം ബ്രാക്കറ്റിലുള്ളതിനെ സോൾവ് ചെയ്യണം സോ ബാക്കിയുള്ളതിനെ ഇറക്കിയിടുക is equal to 0.81 0.8106 plus 0.91 into 0.8133 minus 0.8106 0.8133 minus 0.8106 0.0027 കിട്ടും ഓക്കെ 0.0027 ഓക്കെ ഇനി again നമുക്ക് ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യണം ബാക്കിയുള്ളതിനെ ഇറക്കിയിടുക is equal to 0.8106 plus 0.91 into 0.0027
0.91 into 0.0027 is equal to 0.002457. 0.00247. ഇനി എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യാം. 0.8106 plus 0.00247 is equal to 0.813. So n normal distribution of D2, ND2 is equal to 0.813. ഇതാണ് ND2. ഓക്കെ, സോ നമുക്ക് ND2 കിട്ടി ടേബിൾ നോക്കിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബ്ലാക്ക് ഷോൾസ് ഫോർമുല അനുസരിച്ച് കോൾ ഓപ്ഷൻ്റെ വാല്യൂ എങ്ങനെ കാണാൻ നോക്കാം. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മളുടെ സി എന്നുള്ളതാണ് ബ്ലാക്ക് ഷോൾസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാനുള്ള ഇക്വേഷൻ സി. ഇതാണ് ഓപ്ഷൻ പ്രൈസ്. സി ഈസ് ഈക്വൽ ടു എസ് equal to S N D1 minus E into E minus R T into N D2. ഇതാണ് നമ്മളുടെ ഫോർമുല. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുക ഇക്വേഷനിൽ. എസ് എന്നാൽ സ്പോട്ട് പ്രൈസ് ആണ്. അത് 90 rupees എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 90 ഇൻറ്റു ND1. ND1 എന്താണ് നമുക്ക് കിട്ടിയത്? ND1ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ND1 ഈസ് ഈക്വൽ ടു 0.8531 ആയിരുന്നു അല്ലേ കിട്ടിയത്. സോ ഇൻറ്റു 0.8553 മൈനസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് പ്രൈസ് ആണ്. 80 rupees നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു ഇ സ്മോൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ 2.7183 കോൺസ്റ്റന്റ് ആണ്. ഹോൾ പവർ മൈനസ് ആർ ടി. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8%, അതായത് 0.08 ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് 6 months ആണ്. 6/12. ഓക്കെ, 6/12 ഇൻറ്റു ND2. ND2 എന്താണ് നമുക്ക് കിട്ടിയത്? ND2 കിട്ടിയത് 0.813 ആണ് അല്ലേ. സോ 0.813. ഓക്കെ, ഇനി ഇത് അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ചെയ്യണം. 90 ഇൻറ്റു 0.853 ചെയ്യാം. 90 ഇൻറ്റു 0.853 ചെയ്യുമ്പോൾ നമുക്ക് 76.77 കിട്ടും. ഓക്കെ, 76.77 മൈനസ് 80 ഇൻറ്റു 2.7183 പവർ മൈനസ് 0.08 ഇൻറ്റു 6/12 ചെയ്യണം. സോ ആദ്യം നമ്മൾ പവറിനെ സോൾവ് ചെയ്യുക. 80 ഇൻറ്റു 2.7183 പവർ മൈനസ് 0.08 ഇൻറ്റു 6/12. 6/12 എന്ന് പറയുമ്പോൾ 0.5. സോ മൈനസ് 0.08 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 0.04 കിട്ടും. ഓക്കെ, ഇൻറ്റു 0.813. ഓക്കെ, so is equal to 76.77 minus 80 into 2.7183 പവർ മൈനസ് 0.04, അതായത് 2.7183 പവർ മൈനസ് 0.04 ചെയ്ത 0.9607 കിട്ടും. ഇൻറ്റു 0.813. ഓക്കെ, എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതിന് ആദ്യം ചെയ്യണം. സോ ഈ ഒരു സൈഡ് ചെയ്യുക. ഇസ് ഈക്വൽ ടു ബാക്കി ഇറക്കിയിടുക. 76.77
minus 80 into 0.9607 into 0.813 ചെയ്യുക. That is 63.021 ആണ് is equal to 76.77 minus 63.021 is equal to 13.75. So അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 14 ഇടാം. So C is equal to Black-Scholes model അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ട പ്രീമിയം ആയിട്ടുള്ള premium amount is equal to 14 rupees. 14 rupees ആണ് Black-Scholes model അനുസരിച്ച് നമ്മൾ ഈ കോൾ ഓപ്ഷന് ചാർജ് ചെയ്യേണ്ട പ്രീമിയം. Okay.